പോലീസിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു അടിമത്ത മനോഭാവത്തിൽ നിന്ന് പോലീസ് മാറി ഇന്ന് ഫ്രണ്ട്ലി മനോഭാവത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ റാസിഖ് സാറിനെ പോലുള്ള ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ എത്രമാത്രം കൂടെ ചേർത്ത് നിർത്തി ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരാളുടെ ഞാൻ മനസ്സിലാക്കിയത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണ രീതിയിൽ നിന്ന് ഒരു 100% ഒന്നും ജോലി ചെയ്തിരിക്കും, 67% ജോലി ചെയ്യാറുണ്ട്. പക്ഷെ ആ ജോലി ചെയ്യുന്നത് എത്രമാത്രം ജോലി ചെയ്യണമെന്ന് ആ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തോടെയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥൻ നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുമായിരുന്ന സ്റ്റേഷനിലൊക്കെ എല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതിന് കാരണമായിട്ടാണ്. പിന്നെ രണ്ടാമത് പ്രിയപ്പെട്ട ജോസി സാറാണ്. ജോസി സാറ് ആദ്യം ഞാൻ വരുന്ന സമയത്ത് ജോസാറിനെ കുറിച്ച് ജോസാറാണ് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നോബിനൊക്കെ പറഞ്ഞു ജോസാറ് അടിപൊളിയാണ്, ജോസാർ സൂപ്പറാണ്. അപ്പം നമ്മുടെയൊക്കെ മനോഭാവത്തിൽ അങ്ങനെ, എൻ്റെ മനോഭാവത്തിൽ അങ്ങനെയാണ്. ജോസാർ ഭയങ്കര കപ്പായിരുന്നു, ഭയങ്കര ദുഷ്ടനാണെന്നുള്ളൊരു മനോഭാവമാണ്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ജോസാറിൻ്റെ ഒരു മനോഭാവം എനിക്ക് തോന്നിയത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലീസുകാരെ ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഉണ്ട്. ഉടായ്പകളെയൊക്കെ ജോസാർ മാറ്റി നിർത്താമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട്ട് പെരുമ്പാശ്ശേരി ആരെയും മാറ്റി നിർത്തിയില്ല, കാരണം പെരുമ്പാശ്ശേരി എല്ലാവരും നല്ല പോലീസുകാരാണ്. എല്ലാവരും ജോസാറെ ചേർത്ത് നിർത്താത്ത എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വിൻസാറാണ്. വിൻസാറിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം എന്താ പറയുക, മോസ്കോയിൽ നമ്മുടെ സ്റ്റേഷനിൽ മുത്തുന്നു എന്ന് പറയുന്നത് ബാക്കോട്ടുകളിലേക്ക് എപ്പോഴും പിടിച്ചു കയറി നമുക്ക് NDPS എല്ലാ കാര്യങ്ങളും ചെയ്ത് പോലീസുകാരെ കൂടെ നിന്ന് അവരെ എല്ലാ തരത്തിലും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നല്ലൊരു ക്രൈംസേയും അതുപോലെ എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നാലാമതായിട്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും ആരാധനായ ശിവകുമാർ സാറാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണമെന്നാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്നത് ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്, അദ്ദേഹമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനെ സ്പാർക്കാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ ഈ സാറിൻ്റെ ഒരു മനോഭാവത്തിലുള്ള സംസാര രീതികൾ പലപ്പോഴും പകർത്താനും അത് അവിടെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക വാക്ചാതുര്യം, അതുപോലെ തന്നെ ആളുകളോട് ഇടപെടാനുള്ള മനോഭാവം, ജൂനിയറായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു തൽപരത, അതൊക്കെ ശരിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ചെറിയ സർവീസുകൾ ഞങ്ങളെപ്പോലുള്ള 15 വർഷം 14 വർഷം 12 വർഷമുള്ള ജിഷ്ണുവിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ 30 വർഷത്തോളം സർവീസുകൾ ഉദ്യോഗസ്ഥരാണ് ശരിക്കും പോലീസുകാർ നല്ലൊരു പുതിയൊരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹത്തിനും അടക്കം ഇന്നൊക്കെ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്ന 4 ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായിട്ട് ഇന്ത്യൻ യോഗത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.